നിങ്ങൾ തിരികെ പോയിക്കോ, ഇതിന് ഞാൻ മാത്രം മതി. അങ്ങനെ നീ ഒന്നും ഒറ്റയ്ക്കുണ്ടാക്കണ്ട. എന്തിനാണെങ്കിലും ഞങ്ങളും കൂടെ ഉണ്ടാകും. എന്താ പ്ലാൻ എന്ന് പറ. അതിനവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഹാഷിയെ അനുനയിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഷാ. അപ്പോഴാണ് അവൻ അബി വീട്ടിൽ വന്നു പോയതറിഞ്ഞത്. അവൻ ഉടനെ അബിയെ വിളിച്ചു. എടാ, നീ എവിടെ? ഞാൻ തിരിച്ചു പോന്നു ഹാഷി. എക്സാം ഡേറ്റിൽ ഒരു ചേഞ്ച്, അതുകൊണ്ട്. അപ്പോൾ നീ എൻഗേജ്മെൻറ്റിന് ഉണ്ടാവില്ലേ? ഇല്ലടാ, അന്നെനിക്ക് എക്സാം ഉണ്ട്, വരാൻ കഴിയില്ല. നീ എന്തേ ഫോൺ എടുക്കാതെ തറവാട്ടിലേക്ക് പോയത്? പിണങ്ങിപ്പോയതാണെന്ന് ഉമ്മ പറഞ്ഞു. എന്താ കാര്യം? തൻ്റെ ശബ്ദത്തിൽ പരമാവധി സ്വാഭാവികത വരുത്തിയാണ് അബി അവനോട് സംസാരിച്ചത്. ഒന്നാമത് ഞാൻ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാം തീരുമാനിച്ചിരുന്നു. അതും ദീദുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും എല്ലാവരും കൂടി പറഞ്ഞവളെ സമ്മതിപ്പിച്ചതാണ്. എല്ലാം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തറവാട്ടിലേക്ക് പോയി. അതിനിടയ്ക്ക് ഫോൺ മറന്നുപോയി. നിന്നോടൊന്നും പറയാൻ സാധിച്ചില്ല. ആദിക്ക് ഈ ആലോചന ഇഷ്ടമില്ല എന്ന് കേട്ടതും അബിയുടെ മനസ്സ് തണുത്തു. അബി, എനിക്കെന്തോ ഈ ബന്ധം ഇഷ്ടപ്പെടുന്നില്ലടാ. അവൻ ദീദുവിന് യോജിച്ചതല്ല എന്നൊരു തോന്നൽ. അപ്പോൾ നിനക്കിത് ആദിയോട് പറഞ്ഞൂടെ? അതൊക്കെ ഫോണിലൂടെ എങ്ങനെയാ പറയാ? നേരിട്ട് പറയണ്ടേ? അതിന് ദീ എൻഗേജ്മെൻറ്റിന് തലേ ദിവസമേ നാട്ടിലെത്തൂ. പിന്നെയും അവർ ഒരുപാട് സംസാരിച്ചു. ഹാഷിയിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങളെല്ലാം അബി അവന് സംശയം തോന്നാത്ത രീതിയിൽ ചോദിച്ചറിഞ്ഞു. ശേഷം അബി തൻ്റെ പ്ലാൻ ഇമ്രാനോടും വിനോദിനോടും പറഞ്ഞു. എടാ, ഇത് റിസ്ക് അല്ലേ? ഇതല്ലാതെ വേറെ വഴിയില്ല. പിന്നെ എന്നെ ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഞാൻ എക്സാം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ വീടും സംശയിക്കില്ല. നീ അവളോട് എല്ലാം തുറന്നു പറയാൻ പോവാണോ? ഇല്ല, ഇപ്പോൾ അതിന് പറ്റിയ കറക്റ്റ് സമയമല്ല. അവൾ എന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ എൻഗേജ്മെൻറ്റ് മുടങ്ങിയാൽ മാത്രം മതി. അവളെന്നെ ഒരിക്കലും കാണരുത്. പക്ഷേ അതത്ര എളുപ്പമല്ല. കുറുക്കൻ്റെ ബുദ്ധിയാണ് അവൾക്ക്. ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ പോലും അവൾ അതിൽ പിടിച്ച് കയറും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇത് വെറും ഒരു എൻഗേജ്മെൻറ്റ് മാത്രമല്ലേ അബി? നീ എന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? ഇത് നടന്നാലും പ്രശ്നമില്ല. വിവാഹം നടക്കാതിരുന്നാൽ പോരെ? ഇല്ല വിനു, എന്തും ഞാൻ സഹിക്കും. പക്ഷേ മറ്റൊരാളോടൊത്ത് അവളുടെ പേര്, അതെനിക്ക് സഹിക്കാനാവില്ല. അവളുടെ ഓരോ രോമകൂപത്തിനും ഞാൻ മാത്രമായിരിക്കണം അവകാശി. ഞാൻ മാത്രം. അത് പറയുമ്പോഴുള്ള അവൻ്റെ വാശി നിറഞ്ഞ മുഖം അവർക്ക് പുതിയതായിരുന്നു. ഇത്രയും കാലം വളരെ ശാന്തമായി പെരുമാറിയിരുന്ന അവൻ്റെ ഇപ്പോഴത്തെ ഭാവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നാണ് ആദി നാട്ടിലെത്തുന്നത്. ചിറക്കൽ വീട് നന്നായി ഒരുങ്ങിയിരുന്നു. ഫിറുവാണ് ആദിയെ പിക്ക് ചെയ്യുന്നത് എന്ന് ഹാഷി വഴി അബി അറിഞ്ഞു. അങ്ങനെയാണ് 3 പേരും കൂടി വരുന്ന വഴി ആദിയെ കൊണ്ടുവരുന്നത്. ഇമ്രാൻ ആയിരുന്നു ഫിറുവിൻ്റെ തലയ്ക്കടിച്ചത്. വിനു കാർ ഡ്രൈവ് ചെയ്തു. അബി ആദിയെ എടുത്ത് കാറിലേക്കെടുത്തു. കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറി. അവളെ സീറ്റിലിരുത്താതെ അവൻ്റെ കയ്യിൽ എടുത്തു തന്നെ ഇരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കൈകൊണ്ട് അവളുടെ മുഖം മറച്ചിരുന്ന മുടി മാറ്റുന്നതിനോടൊപ്പം മുഖം മുഴുവൻ തലോടി. 2 വർഷം. 2 വർഷത്തിന് ശേഷം ഇന്നാണ് തൻ്റെ പ്രാണനെ കാണുന്നത്. അതും ഇത്രയും അടുത്ത്, തൻ്റെ നെഞ്ചോട് ചേർന്ന്. അവന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ അവളെ ഒന്നുയർത്തി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കുനിഞ്ഞിരുന്നു. അവളുടെ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിക്കാൻ അവൻ ആഞ്ഞു ശ്വാസമെടുത്തു. തൻ്റെ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ചേർത്ത് പിടിച്ചു. ഇതെല്ലാം മുൻപിലിരുന്ന് ഇമ്രാനും വിനോദും കാണുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി. ആദിയുടെ കാര്യം അറിഞ്ഞതിന് ശേഷം അവർ അബിയിൽ കണ്ടതെല്ലാം പുതുമയുള്ളതായിരുന്നു. അവൻ്റെ കൈകളിൽ നിന്നും അവൾക്കൊരു മോചനമുണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി. ആ ചെറിയ വീട്ടിൽ അവരെ കാത്ത് ഹംദും ഉണ്ടായിരുന്നു. അവളെ ബെഡിലേക്ക് കിടത്തിയതും അയാൾ അവളെ പരിശോധിച്ചു. ആദിയുടെ റെഗുലർ മെഡിസിനും അവൾക്ക് ആവശ്യമുള്ള ഇഞ്ചക്ഷനും എല്ലാം നൽകി. അവൾ എഴുന്നേൽക്കുന്ന സമയം അവരോട് പറഞ്ഞു. അബി, ശ്രദ്ധിച്ചേക്കണേ. അറിയാലോ അവരെ. അവരുടെയൊക്കെ ജീവനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അടങ്ങിയിരിക്കില്ല അവർ. പിന്നെ ആദിയെ സൂക്ഷിക്കണം. ഒരു കൈയകലത്തിൽ നിന്നാൽ മതി. ഉപ്പ, അവരുടെ മാത്രമല്ല എൻ്റെയും ജീവനാണത്. ഹംദ അവൻ്റെ തോളിൽ തട്ടി പുറത്തേക്ക് പോയി. അതെന്താ അവളെ സൂക്ഷിക്കാൻ പറഞ്ഞത് ആദി? വിനു ചോദിച്ചു. അവൾ കളരിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മർമ്മം നോക്കി പണി കിട്ടും. അതും പറഞ്ഞ് അബി അവളുടെ അടുത്തേക്ക് പോയി. ഇമ്രാനും വിനോദും മുഖത്തോട് മുഖം നോക്കി നിന്നു. അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അബി ആദിയുടെ അടുത്ത് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ അവളെ ശരിക്കും കാണുന്നത്. പൂ പോലെ ഒരു പെൺകുട്ടി. അവളെ നോക്കുന്ന അബിയുടെ കണ്ണുകളിലെ തിളക്കം അവൻ്റെ സന്തോഷം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പോയിക്കോ. ഇവിടെ നിൽക്കുന്നത് റിസ്ക്കാണ്. ഞാൻ മാത്രം മതി ഇവിടെ. എടാ, അത്? വിനു ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ നോക്കിക്കോളാം. അവിടെ ആ ഹനയെ ഒന്ന് ഹാൻഡ് ചെയ്താൽ മതി. എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അവൾ ഹാഷിയെ വിളിക്കും. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. ശരിക്കും എക്സാം മാറ്റിവെച്ചില്ലേ? ഇനിയും ഒരാഴ്ചയുണ്ടല്ലോ. അപ്പോഴേക്കും എല്ലാം ശരിയാക്കി നീ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. ആ പെണ്ണിനെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അവിടെ ഇല്ലെന്നുള്ളത് അവൾ അറിയില്ല. ഇമ്രാൻ പറഞ്ഞു.
പിറ്റേന്ന് ഹാഷിയിലൂടെ വീട്ടിൽ നടന്നതെല്ലാം അബി അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നടക്കില്ലെന്ന് അവന് ഉറപ്പായി. അവളെ തിരിച്ചു കൊണ്ടുപോകുന്നതിനൊപ്പം അധികം വൈകാതെ തന്നെ ആദിയോട് എല്ലാം പറയണം എന്ന് അവൻ ഉറപ്പിച്ചു. ആർക്കും സംശയം തോന്നാതെ തന്നെ കാര്യങ്ങൾ ഇത്രയും എത്തിച്ചു. ഇനി സാഹചര്യം പോലെ എല്ലാം നിന്നോട് പറയും ആദി. നീ എതിർത്താലും ഞാൻ നിന്നെ സ്വന്തമാക്കും. എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നാൽ മാത്രം മതി. ഒരിക്കൽ വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. നിദ്ര വന്ന് അവൻ്റെ കണ്ണുകളെ പ്രാപിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആദിയായിരുന്നു. തൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകളെ ചിക്കി ചികഞ്ഞ് പരിശോധിക്കുകയായിരുന്നു ആദി. അവനോട് സ്നേഹമാണ്, പക്ഷേ പ്രണയിക്കാൻ കഴിയുമോ അവനെ? പണ്ടുമുതലേ അവനെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് സഹിക്കില്ല. വല്ലാതെ ദേഷ്യം വരും അപ്പോൾ. പൊതിഞ്ഞു പിടിച്ച് കൂടെ തന്നെ നിർത്താൻ തോന്നും, ആർക്കും വിട്ടുകൊടുക്കാതെ. എല്ലാ കാര്യത്തിനും എന്നെ മാത്രം ആശ്രയിക്കുന്ന സമയത്ത് അറിയാതെയാണെങ്കിലും അവനിൽ പൂർണ്ണ അധികാരം തനിക്ക് മാത്രമാണെന്ന് തോന്നിയിരുന്നു. അവൻ്റെ ഉപ്പയുമായി അവൻ അടുത്തപ്പോൾ സന്തോഷം തോന്നി. പതിയെ എപ്പോഴൊക്കെയോ ചെറിയ അകൽച്ച വന്നു തുടങ്ങി. പക്ഷേ ഹാഷിയിലൂടെ അവൻ്റെ കാര്യങ്ങൾ അറിയാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. എൻ്റെ കൂടെയില്ലാതെ മറ്റൊരിടത്തും അവൻ സുരക്ഷിതമല്ല എന്ന് തോന്നിയിരുന്നു. അവന് കിട്ടാത്ത സ്നേഹം എന്നിലൂടെ പകർന്നു നൽകാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അവനോട് തോന്നുന്നത് എന്താണ്? ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചിന്തകളുടെ ഭാരം അവളുടെ ഉറക്കം കളഞ്ഞു. പുലർച്ചെ ആയപ്പോഴാണ് അവളൊന്ന് കണ്ണടച്ചത്. രാവിലെ ആദി താഴേക്കെത്തിയപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് ടേബിളിൽ എത്തിയിരുന്നു. നീ എന്തേ എണീക്കാൻ വൈകിയത്? നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ ആദി. ഇന്നലെ എന്തോ ഉറക്കം വന്നില്ല ഉമ്മേ, കുറച്ച് ലേറ്റായി ഉറങ്ങാൻ. അത് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന അബിയുടെ നെറുകയിൽ കയറി. അവൻ ചുമച്ചുകൊണ്ടിരുന്നു. ഹാഷി അവൻ്റെ തലയിൽ തട്ടി അവന് വെള്ളം കൊടുത്തു. അപ്പോഴെല്ലാം ആദി അവനെ നോക്കുന്നുണ്ടായിരുന്നു. അബി അവളെ നോക്കാൻ ഒരുങ്ങിയതും അവൾ നോട്ടം മാറ്റി. ആദി എല്ലാം അറിഞ്ഞോ എന്ന ഭയം അവനെ വന്നു പൊതിഞ്ഞു. അവളെ നോക്കിയതും മുഖത്ത് അറിഞ്ഞ ഭാവമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിലവൻ സമാധാനിച്ചു. അവരുടെ കഥകളി മുഴുവൻ ഹാഷിയും സബീനയും അല്ലാതെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും അങ്കിൾ, മനു പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ ആദി ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും അവളോടൊപ്പം കൂടിക്കോളൂ. താങ്ക്സ് അങ്കിൾ. പപ്പയുടെ കൂടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് മറ്റൊരു കമ്പനിയിൽ ജോബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബെറ്റർ എക്സ്പീരിയൻസിന് അതല്ലേ നല്ലത്, എറിക് പറഞ്ഞു. എന്നാൽ ഞാൻ ശ്രീധരനോട് പറയാം, ജോബ് അവൻ ഡിസൈൻ ചെയ്തു തരും. മൂന്നാളും വരുവല്ലേ? അതെ അങ്കിൾ. ഭക്ഷണം കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. ഷാ പുറത്തേക്ക് പോയതും അവർ 3 പേരും കൂടി ആദിയെയും വലിച്ച് റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും 3 പേരും അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നു. എന്തായിരുന്നു താഴെ? എന്ത്? ദേ ആദി, ഒന്നുമില്ലാന്ന് മാത്രം പറയരുത്. നീ ഉറങ്ങാൻ വൈകി എന്ന് പറഞ്ഞപ്പോഴാണ് അബി ഭക്ഷണം നെറുകിൽ പോയി ചുമക്കാൻ തുടങ്ങിയത്. അപ്പോൾ നീ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ തിരിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ നീയാണ് മുഖം തിരിച്ചു വെട്ടിച്ചത്. ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? നീ കാര്യം പറ. ഓ, ഒന്നുമില്ലടി പെണ്ണേ. അവൻ ഇന്നലെയും വന്നിരുന്നു. ഞാൻ ഉറങ്ങാൻ വൈകി എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിയതാവും. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാൻ? വന്നു കണ്ടു, അവൻ പോയി, അത്ര തന്നെ. വേറെ ഒന്നുമില്ല. ഞാൻ കരുതി. എന്ത് കരുതി? അല്ല, നിന്റെ ഉറക്കം കളയാൻ മാത്രം അവൻ വല്ല സമ്മാനവും തന്നോ ആവോന്ന്. പൊടി പറട്ടെ, നിനക്ക് വേറെ ഒരു ചിന്തയുമില്ലേ? ഡി, ഞങ്ങൾ ഇറങ്ങാം. ഇനിയും നിന്നാ ലേറ്റ് ആവും. അവർ ഇറങ്ങിയപ്പോഴാണ് അബിയും ഹാഷിയും കൂടെ അവളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ പുറത്തു പോവാണോ? ആ ദീദി, അബി നാളെ തിരിച്ചു പോവാ. അപ്പോൾ അവന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നീ എന്നാ തിരിച്ച്? എക്സാം കഴിഞ്ഞാൽ ഒരാഴ്ച അവധിയാണ്, അപ്പോൾ വരും. എന്നാൽ നിങ്ങൾ വിട്ടോ, ഞാൻ തറവാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഹാഷി ബൈക്ക് എടുക്കാൻ പോയതും അബി ആദിയുടെ നേരെ തിരിഞ്ഞു. അവൾ ഫോണിൽ നോക്കി കാറിനടുത്തേക്ക് നടക്കുകയായിരുന്നു. ആദി, അവൻ വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചു. ഇന്ന് വൈകുന്നേരം ഒന്ന് ഫ്രീ ആകുമോ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എനിത്തിങ് സീരിയസ്? പക്ഷേ പേടിക്കാനുള്ളതൊന്നുമല്ല. പോകുന്നതിന് മുൻപ് നിന്നോട് പറയണമെന്ന് തോന്നി. നീ വന്നാൽ മതി, ഞാൻ അവിടെയുണ്ടാകും. ഇവിടെ വെച്ചല്ല, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ? എവിടേക്ക്? അത് ഞാൻ അപ്പോൾ പറഞ്ഞാൽ പോരെ? ഓക്കെ. അതും പറഞ്ഞ് അവൾ കാറിൽ കയറിപ്പോയി. പിന്നെ അവൾ വന്നത് ഉച്ചഭക്ഷണം കഴിക്കാൻ സമയത്താണ്. അവളുടെ കൂടെ വെല്ലപ്പിച്ചിയും ഉണ്ടായിരുന്നു. വീട്ടിൽ എല്ലാവരും ഉണ്ട്, അമ്മായിമാരും അവരുടെ മക്കളും എല്ലാം. അബിയും ഹാഷിയും തിരിച്ചെത്തിയിരുന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ആദി ഷായുടെയും അബിയുടെയും ഇടയിലെ ഒഴിഞ്ഞ സീറ്റിൽ ചെന്നിരുന്നു. ദി, ഉമ്മമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹാഷി അവളുടെ ചെവിയിൽ പറഞ്ഞു. ഇതെന്താ എല്ലാവരും കൂടെ ഒരുമിച്ച്? ഷാജിക്കാക്കൊരു പ്രപ്പോസൽ, അതിൻ്റെ കാര്യം തീരുമാനിക്കാൻ. ആരാ ആള്? കൂടെ വർക്ക് ചെയ്യുന്ന ജൂനിയർ കുട്ടിയാണ്, മെഹറിൻ. ആൾക്ക് ഷാജിക്കാനെ ഇഷ്ടമായിട്ട് ഉപ്പാനെ പറഞ്ഞയച്ചതാണ് ആള്. ഇക്കാക്കും അവളെ ഇഷ്ടമായി. ഹാഷി അവളോട് കാര്യങ്ങൾ വിവരിക്കുമ്പോഴാണ് കാസിം കോയ എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഷാജിയുടെ കൂടെ ഷാലിമിൻ്റെ കൂടെ ഒരുമിച്ച് നടത്താം. അവൻ നേരത്തെ തന്നെ ആളെയൊക്കെ കണ്ടുപിടിച്ചതല്ലേ.
എന്താ സലി? ഞങ്ങൾക്കും അതാ ഇഷ്ടം വാപ്പാ. പക്ഷേ സെലീന അതും പറഞ്ഞ് ഷാമിലിനെ നോക്കി. അതോടെ എല്ലാ കണ്ണുകളും അവരെ നേരെ തിരിഞ്ഞു. എന്താ എല്ലാവരും എന്നെ നോക്കുന്നത്? എനിക്ക് എതിർപ്പൊന്നുമില്ല. ഷാജിക്ക് അടുത്ത മാസം ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ദുബായി പോകണം. അതിനു മുന്നേ നോക്കാമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ. നാളെ തന്നെ രണ്ട് വീട്ടിലും പോയി കാര്യങ്ങൾ സംസാരിക്കാം. അല്ല, നിങ്ങളൊക്കെ എന്തൊക്കെയായി പറയുന്നേ? നിശ്ചയം മുടങ്ങി ഒരു പെണ്ണിവിടെ ഇരിക്കുന്ന കാര്യം എല്ലാവരും മറന്നോ? അവളുടെ കാര്യത്തിൽ എന്താ തീരുമാനം? അകത്ത് നിന്ന് എല്ലാവരുടെയും സംസാരം കേട്ട് പുറത്തേക്ക് വന്ന ആയിഷയായിരുന്നു അത്. ദീദു, ഉമ്മമ്മ പണി തുടങ്ങിയിട്ടോ? മിക്കവാറും എല്ലാവരും കൂടി പഞ്ഞിക്കിടും. നിശ്ചയം മുടങ്ങിയതൊന്നുമല്ല, അവളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ അവൾക്കിനി ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് ടൈം വേണമെന്നാ പറയുന്നത്. അല്ലെങ്കിലും എല്ലാം അവൾ പറയും പോലെയാണല്ലോ ഇവിടെ. തലയിൽ കയറ്റി വെച്ചോ. പെൺകുട്ടികൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയമായാൽ കെട്ടിച്ചു വിടണം. ഇപ്പോൾ തന്നെ പ്രായം എത്ര ആയെന്നാ വിചാരം? പോരാത്തതിന് ഏതോ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മാത്രമേ അറിയൂ. നാട്ടുകാരുടെ മുന്നിൽ അവൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവളാണ് അവൾ. അത് കേട്ടതും ആദി കണ്ണുകൾ ഇറുക്കിയടച്ചു. മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടക്കി നിർത്തിയിരുന്നു. അബിയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. അവളിലെ സംഘർഷം നിറഞ്ഞ മുഖം കാണാനാവാതെ അവൻ തല താഴ്ത്തിയിരുന്നു. താൻ കാരണം, തൻ്റെ എടുത്തുചാട്ടം കാരണമാണ് അവൾക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. തൻ്റെ സ്വാർത്ഥതയിൽ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ചില്ല. അവൾ നേരിടാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ആരെയാണോ എന്നും സന്തോഷത്തോടെ കാണണമെന്ന് ആഗ്രഹിച്ചത് അവളെ താൻ തന്നെ വിഷമത്തിലാക്കിയിരിക്കുന്നു. ഇനിയും ഇവളെ ഇങ്ങനെ കയറൂരി വിടാനാണോ ഭാവം? കൂടുതൽ ചീത്തപ്പേര് ആവുന്നതിന് മുൻപ് എത്രയും വേഗം ഒരു ചെക്കനെ കണ്ടുപിടിച്ച് ഇവളെയും ഇവരുടെയും രണ്ടാളെയും കൂടെ കെട്ടിക്കാൻ നോക്ക്. ആദി അബിയെ ഒന്ന് ഇടങ്കണ്ണിട്ട് നോക്കി. അവൻ മുഖം കുനിച്ചിരിക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് ഒരു കുസൃതി ചിരി വിടർന്നു. ഇവരെ തന്നെ നോക്കിയിരുന്ന ഷാ ഇത് കണ്ട് സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഇതുവരെ സങ്കടം മുറ്റിനിന്ന മുഖത്ത് ഇപ്പോൾ നിറഞ്ഞ കുസൃതിയാണ്. അവൾ ആരെയോ നോക്കി കണ്ണിറുക്കി. തല ചെരിച്ചു നോക്കിയപ്പോൾ അവളെ നോക്കി ചിരിക്കുന്ന വാപ്പയാണ് കണ്ടത്. അല്ലെങ്കിലും അവളിലെ ഓരോ ഭാവത്തിൻ്റെയും അർത്ഥം വാപ്പയ്ക്ക് മനഃപ്പാടമാണ്. ആദിയുടെ ഉമ്മമ്മ ഇപ്പോഴും നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം എന്തു പറയും എന്നറിയാതെ നിൽക്കുകയാണ്. അവരുടെ വാക്കുകളേക്കാൾ അവരെ വേദനിപ്പിച്ചത് ആദിയുടെ മൗനമാണ്. അവൾ എതിർത്തെന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. വീണ്ടും അവളെ വാക്കുകൾ കൊണ്ട് ക്രൂശിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ എല്ലാം തുറന്നു പറയാനായി അബി തല ഉയർത്തി. ഇത് കണ്ടതും ആദി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറല്ല. അതിന് ഇനി എൻ്റെ വീട്ടുകാർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. ഉമ്മമ്മയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലേക്ക് പോയി. കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം. ഇത്രയും പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുലുക്കവും ഉണ്ടോയെന്ന് നോക്കിക്കേ. ഒരു കൂസലില്ലാതെ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടോ? മതി എൻ്റെ മോളെ പറഞ്ഞത്. അവളുടെ ജീവിതമാണ്. അപ്പോൾ അവളുടെ ഇഷ്ടം മാത്രമേ നടക്കൂ. അവളുടെ ഇഷ്ടം നോക്കാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ രണ്ട് മക്കൾക്കും ആരെയും ആശ്രയിക്കാതെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട. സെബി, നീ നിൻ്റെ ഉമ്മാട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതും പറഞ്ഞ് ഷാ അവിടെ നിന്നും എഴുന്നേറ്റു പോയി. പിന്നാലെ ഓരോരുത്തരുമായി ഉമ്മുമ്മയെ നോക്കി ദഹിപ്പിച്ചു. ശേഷം അവിടെ നിന്നും പോയി. പിന്നെ അബിയും അവിടെ നിന്നില്ല. അവൻ്റെ മനസ്സ് നീറിപ്പുകയുന്നുണ്ടായിരുന്നു. എല്ലാം അറിയുമ്പോൾ അവൾ തന്നെ വെറുക്കുമോ എന്നവൻ ഭയപ്പെട്ടു. ഷാ നേരെ പോയത് ആദിയുടെ റൂമിലേക്കായിരുന്നു. അവിടെ വെല്ലിപ്പിച്ചിയുമായി ഇരിക്കുകയായിരുന്നു അവൾ. എന്താ നിൻ്റെ മനസ്സിൽ? താഴെ കാണിച്ച പ്രഹസനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? എടുത്തുചാടി അബി ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവൻ ഓർക്കുന്നില്ല. ഇത്രയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവൻ എന്നോട് ചെയ്തത് തെമ്മാടിത്തരമായിരുന്നു. അപ്പോൾ പിന്നെ അവനൊരു ചെറിയ ശിക്ഷ കൊടുക്കണ്ടേ? അതിനാണ് അവനെ കാണിക്കാൻ സങ്കടപ്പെട്ടിരുന്നത്. പ്രണയിക്കുന്നത് തുറന്നു പറയുക പോലും ചെയ്യാതെ എന്നെ കൊണ്ടുപോയാൽ എല്ലാം ശരിയാവുമെന്നാണോ? വാശി കൊണ്ട് നേടിയെടുക്കാൻ ഞാനൊരു കളിപ്പാട്ടമൊന്നുമല്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ തിരിച്ചറിയാൻ. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. ഉമ്മുമ്മ പറഞ്ഞത് കേട്ട് മോൾക്ക് സങ്കടമായില്ലേ? എൻ്റെ വാപ്പച്ചി, ഉമ്മമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. അവരെ കുറ്റം പറയാനും പറ്റില്ല. അവർ പറഞ്ഞതൊക്കെ ഒരു തരത്തിൽ ശരിയാണല്ലോ. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഒരു ദിവസം ആരുടെയോ ഒപ്പം ആയിരുന്നില്ലേ? അത് വിട്. ഞാൻ എന്തായാലും ഉമ്മുമ്മ പോകുന്നത് വരെ തറവാട്ടിൽ നിൽക്കാം. ഞങ്ങൾ രണ്ടാളുടെയും ഇടയിൽപ്പെട്ട് വിഷമിപ്പിക്കുന്നത് ഉമ്മിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇല്ലാതിരിക്കുന്നതാവും നല്ലത്. അതാ നല്ലത്. ഇനിയിപ്പോൾ കല്യാണത്തിരക്കൊക്കെ ആവില്ലേ? തറവാട്ടിൽ എല്ലാവരും ഉണ്ടാകും. അവർ പോയാൽ നിങ്ങളും തറവാട്ടിലേക്ക് പോരെ? ശരിയെന്നാ. പക്ഷേ ജോയിൻ ചെയ്യാനുള്ള ദിവസം മറക്കണ്ട.
രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു അബി. വൈകുന്നേരം അവളോട് സംസാരിക്കാൻ ചെന്നപ്പോഴാണ് അവൾ തറവാട്ടിലേക്ക് പോയെന്നറിഞ്ഞത്. സംസാരിക്കാനും പറ്റിയില്ല. ഇനി പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് കരുതിയാൽ അതിനും സാധിക്കില്ല. ഓരോന്നോർത്ത് തല പെരുക്കുന്നു. കണ്ണടച്ചാൽ അവളുടെ വിഷമിക്കുന്ന മുഖമാണ് മുന്നിലേക്ക് വരുന്നത്. നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ആദി. ഓരോന്നോർത്ത് കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ആദി കോളിംഗ്. അവൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സങ്കടം മാഞ്ഞ് അവിടെ ചിരി വന്നു. ഹലോ അബി. സോറിഡാ, നീയൊന്ന് വൈകിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ? വീട്ടിലെ പ്രശ്നത്തിനിടയിൽ ഞാനത് മറന്നുപോയി. അത് സാരമില്ല, അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ എന്നാ നീ കിടന്നോ, നാളെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ? ആദി, നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, കിടന്നോ. ഫോൺ കട്ട് ചെയ്തതും അവൻ്റെ മനസ്സിലെ വിഷമമെല്ലാം മാറി അവിടെ ആ പഴയ വാശി വന്ന് നിറഞ്ഞു. അവളെ തൻ്റേതാക്കാൻ എന്തും ചെയ്യുമെന്ന വാശി. അത് തന്നെയായിരുന്നു അവൻ അവളോടുള്ള പ്രണയവും. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും ആദി കണ്ടത് കട്ടിലിൽ കിടക്കുന്ന ഹാഷിയാണ്. ഡാ, നീ എന്താ ഇവിടെ? അവിടെ നിന്ന് എനിക്ക് വട്ട് പിടിക്കും. ഉമ്മമ്മ പറയുന്നത് കേട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഉമ്മിക്കത് വിഷമമാകും. നീയും ഇങ്ങോട്ട് പോന്നില്ലേ? അപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല. സത്യം പറയടാ, അവിടെ എന്തൊപ്പിച്ചാ നീ ഇങ്ങോട്ട് മുങ്ങിയത്? അവനെ കൂർപ്പിച്ചു നോക്കി അവൾ ചോദിച്ചതിന് അവനൊന്ന് ഇളിച്ചു കാണിച്ചു. കൊന്നോ അതിനെ? ഏയ്, ഉമ്മമാക്ക് നിന്നെ കാണുമ്പോൾ നല്ല ചൊറിച്ചിലാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ബെഡിൽ നായ്ക്കുറണ പൊടി ഇട്ടിട്ടുണ്ട്. ചൊറിച്ചിൽ മാറട്ടേന്നേ. വേണ്ടായിരുന്നു. ഇനി അതിനുള്ളതും കൂടി ഉമ്മി കേൾക്കേണ്ടി വരും. അതുണ്ടാവില്ല. രാത്രി കുടിക്കാനുള്ള അവരുടെ ജ്യൂസിൽ ചൊറിയണം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിണ്ടാൻ പറ്റാതെ കിടന്നോളും. ഡാ, നേരം വെളുക്കുമ്പോഴേക്കും ഉമ്മമ്മ തട്ടിപ്പോവോ? അത്ര വേഗമൊന്നും തട്ടിപ്പോവുന്ന ആളല്ല അത്. ഈ ഉമ്മി പാവമായതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ഉമ്മിയെ വാപ്പി കണ്ട് ഇഷ്ടപ്പെട്ടത് നന്നായി, അല്ലെങ്കിൽ അവരുമ്മിയെ ഏതെങ്കിലും നരകത്തിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദി അവനടുത്ത് വന്ന് കിടന്നു. ദീ, നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടു വളർന്നത് വാപ്പച്ചീനെയും വാപ്പിയെയും കൊച്ചുപ്പാനെയും ഒക്കെ അല്ലേ. എല്ലാം തികഞ്ഞ പുരുഷന്മാർ. അവരെയൊക്കെ പോലെ എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരോടും പ്രണയം തോന്നിയിട്ടില്ല. പക്ഷേ ദീതുവിന് ഒരു കാര്യം അറിയോ? നമ്മുടെ അബിക്കൊരു പ്രണയമുണ്ട്. ആദ്യം ഒന്ന് ഞെട്ടി. നിനക്ക് എങ്ങനെ അറിയാം? അതോ, അബിയെ ഇഷ്ടമാണ് എന്നൊരാൾ എന്നോട് പറഞ്ഞു. അത് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാ. അവൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. അവനൊരുപാട് ഇഷ്ടമാണ് ആ കുട്ടിയെ എന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നെന്നോ. നിന്നോട് ആരാണതെന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ദീദി, ആരാ അവനെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞതെന്നറിയോ? ആരാ? നമ്മുടെ ഹന. വാട്ട്?